ലക്ഷ്യം എന്താണോ നമ്മളുടെ ലക്ഷ്യം, ഒരു പഠിതാവിന്റെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിൽ തന്നെ നിൽക്കുക എന്നുള്ളത്. അവനെ കണ്ടുപിടി, ഇവരെ കണ്ടുപിടിക്കുക, അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ, അവൻ പോണ പോലെ പോകും എന്നല്ല പറയട്ടെ. ഉവ്വ. നമ്മുടെ മക്കൾ ആരാണെന്ന് തിരിച്ചറിയണം. അവരുടെ ആത്മവൈഭവം, അവരുടെ ടാലന്റ് തിരിച്ചറിയുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും അതിനു വേണ്ടിയിട്ട് നമ്മളുടെ മക്കളെ ഭക്തിയുള്ളവരാക്കുക. ബുദ്ധിയാണ് ആദ്യം നമ്മൾ കുട്ടികളിൽ ജനിപ്പിക്കേണ്ടത്. അതിന് അപ്പോ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം, ആ, നമ്മള് ഇപ്പോ സ്ഥിരമായി ഇവിടുത്തെ ജനത ആ, ഏണ്ട 99% ജനതയും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ആ, നീ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ പറയുന്ന ആ ഭാഷ്യം, നീ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വാ എന്ന് പറയുന്ന ഭാഷ്യം ഒഴിവാക്കണം ആദ്യം. അതെ ഏ അതെ. ആ, ഈ പറയുമ്പോ ഒരു കാര്യം കൂടെ അതിനകത്ത് കിടപ്പുണ്ട്, ഒരു കരട് പോലെ കിടക്കും. ആ അതായത് ആരാധന എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ഞാൻ ആരാധിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. ആ ആരാധിക്കാനാണ് പോകുന്നത്, പ്രാർത്ഥിക്കാനല്ല. ആ ഞാൻ ആരാധിക്കാൻ പോകുന്നു. സംരക്ഷണത്തിന്റെ പരമമായ അവസ്ഥയാണ് ആരാധന. ഉവ്വ പൂജയാണത്, സേവയാണത്, സേവനമാണത്. ഉവ്വ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് പൂജയ്ക്കാണ് പോകുന്നത്, ആ സേവയ്ക്കാണ് പോകുന്നത്, സേവനത്തിനാണ് പോകുന്നത്. ഉവ്വ ആരാധനയ്ക്കാണ് പോകുന്നത്. സംരക്ഷണത്തിന്റെ പരമമായിട്ടുള്ള അവസ്ഥയാണ് ആരാധന. പോഷിപ്പിക്കുക എന്ന് പറയില്ലേ, ഉവ്വ സന്തോഷിപ്പിക്കലാണത്. ഉവ്വ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ക്ഷേത്രം അവിടെ പോകുമ്പോ ഊർജം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതെ, അതായത് പാകം ചെയ്ത് പരിചരിച്ച് പ്രീതിപ്പെടുത്തുന്ന അവസ്ഥയിലാണ് ഈ ഓരോ ക്ഷേത്രത്തിലും ഓരോ ദേവാലയത്തിലും പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവം എന്ന് പറയുന്നത്. ഉവ്വ. പ്രാർത്ഥന, പ്രവൃത്തി, ഭക്തി, വിശ്വാസം, ധ്യാനം, കരുണ ഇതെല്ലാം പൊരുത്തപ്പെട്ട് കിടക്കുന്നതാണ്. അതെ, ഇതിന്റെ എല്ലാം ചെയ്യുന്നതിന് തുടക്കത്തിൽ ഭക്തി ഉണ്ടാവണം. ഭക്തി ഉണ്ടാവണം. ഭക്തി ഉണ്ടാവണമെങ്കിൽ അതിനകത്ത് ഈ ആരാധനയ്ക്കുള്ള ഒരു സംഭവമുണ്ട്. സേവ എന്ന് പറയുന്ന ഈ ആരാധനയ്ക്ക്, സേവയ്ക്ക് നമ്മൾ ആരെയാണ് സേവിക്കേണ്ടത്, നമ്മൾ ആരെയാണ് ആരാധിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ബുദ്ധിയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. നമ്മുടെ ആത്മവൈഭവം കൊണ്ടാണ് നമ്മൾ അതിനെ തിരിച്ചറിയുന്നത്. ആത്മീയത എന്ന് പറഞ്ഞാൽ അറിവാണ്. അപ്പൊ എവിടെ ആരാധിച്ചാലാണ്, എവിടെ ധ്യാനിച്ചാലാണ് പ്രയോജനം കിട്ടുക എന്നുള്ള ബുദ്ധിയാണ് തീരുമാനിക്കുന്നത്. അതെ, പരമമായ സത്യത്തെ തിരിച്ചറിയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സേവ എന്ന് പറഞ്ഞാൽ പരമാർത്ഥത്തെ അറിഞ്ഞുള്ള യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ആരാധനയാണ്. അതാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. അതായത് ആരാധന എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സേവ അത് തന്നെയാണ്. കാരണം ഈ ജീവലോകത്തെ, ജൈവലോകത്തെ നിലനിർത്തുന്നതിന് കാരണമായിരിക്കുന്ന, ഈ ജീവനെ ഭൂമിയിൽ നിലനിർത്തുന്നതിന് കാരണമായിരിക്കുന്ന പരമാർത്ഥത്തെ അറിഞ്ഞുള്ള യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ആചരണ സംരക്ഷണ രീതിയാണ് ആരാധന. ഇപ്പൊ മനസ്സിലായോ ആരാധനയുടെ പവർ? അല്ല, അതിനുവേണ്ടിയാണല്ലോ നമ്മുടെ ആരാധനാലയങ്ങള് അവിടെ ധ്യാനിക്കാനുള്ള മണ്ഡപം തന്നെ ഉണ്ട്. ധ്യാന മണ്ഡപം ഉണ്ട് എല്ലായിടത്തും. ഉണ്ട്. അത് ഇന്നലെ അല്ല, നേരത്തെ കൊണ്ട് ചെയ്തിട്ടിരിക്കുന്നതാണ്. പ്രാർത്ഥനാ മണ്ഡപം അല്ല ഉള്ളത്, ധ്യാന മണ്ഡപം ഉള്ളത്. അപ്പൊ പ്രാർത്ഥിക്കാനാണ് പോകുന്നതെന്നല്ല അവിടെ പറയേണ്ടത്, ഞാൻ ആരാധനയ്ക്കാണ് പോകുന്നത്. നമ്മളുടെ പ്രയോഗങ്ങളെല്ലാം അങ്ങനെ മാറ്റണം. ചെറിയൊരു വാക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മള് ജീവിതം ഫ്ലോപ്പായി പോകും, പരാജയമാവും. ഈ ആരാധനയിൽ നിന്നുണ്ടാകുന്നതാണ് എന്തെന്നറിയോ ഭജനം എന്ന് പറയുന്നത്. അത് ഉത്സാഹത്തെയും ഉത്സവത്തെയും ഒക്കെ തരുന്നതാണ്. അതെ, ആനന്ദത്തെ, പരിചരണത്തെ, അനുഭവത്തെ പങ്കുവയ്ക്കലാണ് ഈ ഭജനം എന്ന് പറയുന്നത്. ഈ ഭജന എന്ന് പറയുന്നത് താൽക്കാലികമായ ഒരു ആനന്ദം തരുന്നതാണ്, ദീർഘകാലം. അതിന് വേറൊരു ഗുണം കൂടിയുണ്ട്. കാലാകാലങ്ങളായിട്ട് നമ്മളുടെ അവതാരങ്ങളെ ഭൂമിയിൽ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഭജനമാണ്, ഈ ഭജിക്കലാണ്, ഈ സേവിക്കുന്നവൻ ചെയ്യുന്ന ഈ സേവയാണ്. അപ്പൊ ഭജന എന്ന് പറയുന്ന ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. അതെ, ജ്ഞാന ജിജ്ഞാസയാൽ ഭക്തി ജനിച്ചവനാണ് ആ ഭക്തൻ. ആ ഭജനയിൽ നിന്നാണ് ആ ഭക്തി ജനിക്കുന്നത്. ശരി. അപ്പൊ ഭജനയും പ്രാർത്ഥനയും ധ്യാനവും മൂന്നാണ്. അതെ, ഈ ഭക്തിമാർഗം തന്നെയാണ് മുക്തിമാർഗം, ജ്ഞാനമാർഗം. ജ്ഞാനമാർഗി സ്വർഗത്തിൽ ഇടം പിടിക്കും. യഥാർത്ഥ രീതിയിൽ പരമാർത്ഥത്തെ അറിഞ്ഞ് ബുദ്ധി കൊണ്ട് ഭക്തിയിലൂടെ ശക്തമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ അങ്ങനെയുള്ള
ജ്ഞാനമാർഗത്തിൽ ചരിക്കുന്ന ജ്ഞാനമാർഗി സ്വർഗത്തിൽ ഇടം പിടിക്കുന്നു. എന്നാൽ അവൻ നിൽക്കുന്ന ഇടം സ്വർഗമാകും. അവൻ എവിടെയാണോ നിൽക്കുന്നത് അവൻ അവിടെ സ്വർഗീയത അനുഭവിക്കും. കാരണം അവനിൽ ഭക്തി നിറഞ്ഞിരിക്കുകയാണ്. ഭക്തിയിൽ നിന്നും മുക്തിയും, മുക്തിയിൽ നിന്നും സ്വർഗവും, സ്വർഗത്തിൽ നിന്നും ഭൂമിയില് സ്വസ്തിയും ഉണ്ടാകും. അപ്പൊ അങ്ങയോട് ഒരു കാര്യം കൂടെ ചോദിക്കാം ഈ കൂട്ടത്തില്. പ്രാർത്ഥന, പ്രവൃത്തി, ധാരണ, ഭക്തി, വിശ്വാസം, ഭജന, ആരാധന, അതിനപ്പുറത്തേക്ക് അതെല്ലാം ബുദ്ധി കൊണ്ട് ആണ് ചെയ്യേണ്ടത്. അതെ. അവിടെ ഭക്തിയാണ് ഏറ്റവും മുന്നിൽ ആവശ്യം. ഇതെല്ലാം ഉണ്ടാകുമ്പോഴാണ് വിശ്വാസമാകുന്നത്. അവിടെ അറിവാണ്. അറിവുണ്ടെങ്കിലേ തിരിച്ചറിവ് ഉണ്ടാവുകയുള്ളൂ. അതെ. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതിനെല്ലാം കേന്ദ്രീകൃതമായി ഈ ആരാധനാലയങ്ങളിൽ പൂജ എന്നൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതെ. അപ്പൊ ഇതെങ്ങനെയാ പൊരുത്തം പൂജയായിട്ട് ബന്ധപ്പെട്ട്? ആരാധനയുടെ സംരക്ഷണത്തിന്റെ പരമമായിട്ടുള്ള അവസ്ഥയാണ് ആരാധന. അതിലാണ് പൂജ വരുന്നത്, സേവ വരുന്നത്. സേവ. അവിടെ നിന്നാണ് നമുക്ക് സേവനം കിട്ടുന്നത്.